ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. യഥാർത്ഥ നിക്ഷേപം, ശരിയായ കാഴ്ച, യജമാനന്റെ തിരഞ്ഞെടുപ്പ് എന്നീ ജീവിതബന്ധിയായ 3 കാര്യങ്ങളാണ് ഇതിലെ പ്രതിപാദ്യം. ഭാവി ജീവിതം സുന്ദരമാക്കാൻ ഇൻഷുറൻസ് കമ്പനികളിലും മറ്റ് പണമിടപാട് സ്ഥാപനങ്ങളിലും നിക്ഷേപം കരുതി വെക്കുന്നവരാണ് നാം. മകളുടെ വിവാഹത്തിന് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ലെങ്കിൽ വിവേകക്കുറവായും മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തിലുള്ള വലിയ വീഴ്ചയായും നാം കരുതുന്നു. ഇത്രയും ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ തൻ്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ആത്മാവിന്റെ സുസ്ഥിതിക്ക് വേണ്ടി, അതിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ നിക്ഷേപം എന്തെങ്കിലും കരുതി വെക്കുന്നുണ്ടോ? അത് ചിന്തിക്കേണ്ടതല്ലേ? 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആത്മാവിന്റെ ഉടയവനായ തമ്പുരാൻ യഹൂദ ജനത്തിന് മുൻപാകെ ഒരു നിക്ഷേപ പരസ്യം നൽകുന്നുണ്ട്. സ്വർഗത്തിലെ ബാങ്കിനെ കുറിച്ചാണ് അവിടുന്ന് പറയുന്നത്. തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത, കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാത്ത, അഗ്നിയിൽ നശിക്കാത്ത അനശ്വര നിക്ഷേപത്തെ കുറിച്ചാണ് അവിടുന്ന് സംസാരിക്കുന്നത്. കാരണം മനുഷ്യൻ മണ്ണ് മാത്രമല്ല, അവനിൽ അനശ്വരമായ ദൈവചൈതന്യം കുടികൊള്ളുന്നുണ്ട്. ബാഹ്യ ശരീരത്തിന് വേണ്ടി നാം പലപ്പോഴും നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്. എന്നാൽ വിലപ്പെട്ട, നമ്മുടെ ജീവിക്കുന്ന, എന്ന് നിലനിൽക്കുന്ന നമ്മുടെ ആത്മാവിന് വേണ്ടി ഒന്നും ശേഖരിച്ചു വെക്കാതിരിക്കുക ഭോഷത്വമല്ലേ? സുവിശേഷങ്ങളിൽ ഭോഷനായ ധനികനെ നാം കാണുന്നുണ്ട്. ഈ ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടി, അവന് വേണ്ടി എല്ലാം സമ്പാദിച്ചു വെച്ചവൻ അവസാനം ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വന്നവൻ. പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ബന്ധുജനങ്ങളും കുഴിമാടം വരെ നമ്മെ അനുഗമിക്കും. അതിനുശേഷം നമ്മുടെ സൽപ്രവർത്തികളും ദുഷ്പ്രവർത്തികളും. അതിനാൽ ജീവിതത്തിൽ ശരിയായ തെരഞ്ഞെടുപ്പ് നടത്താൻ നമ്മൾക്ക് ജാഗ്രതയുള്ളവരാകാം. ബൈബിൾ പറയുന്നു, നന്മയും തിന്മയും നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഏതാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്? അത് നീയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ എല്ലാ ശരികളും ദൈവത്തിരുമുൻപിൽ നീതീകരിക്കപ്പെടണമെന്നില്ല. അതിനാൽ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് കാഴ്ചയാണ്. ഈശോ പറയുന്ന ഈ കാഴ്ച നമ്മുടെ ബാഹ്യമായ കണ്ണിന്റെ കാഴ്ചശക്തിക്കും അപ്പുറമുള്ളതാണ്. ഈ കാഴ്ച ദൈവത്തിന്റെ തിരുമനസ് കാണാൻ നമ്മെ സഹായിക്കുന്നതാണ്. വിശുദ്ധാത്മാക്കൾക്ക് ലഭിച്ച കാഴ്ച ഇതാണ്. അതുകൊണ്ടാണല്ലോ അവർ ഈ ഭൂമിയിൽ കൂടുതൽ സഹിക്കാൻ ആഗ്രഹിച്ചത്. നമ്മൾ പലപ്പോഴും നഷ്ടമെന്നും കഷ്ടമെന്നും എന്നൊക്കെ വിചാരിക്കുന്നത് അവർ ലാഭമായി കണ്ടത്. നാം എങ്ങനെ കാണുന്നു, ഒരു കാര്യത്തെ നാം എങ്ങനെ വിലയിരുത്തുന്നു, അതിന് എന്ത് വില നാം കൊടുക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ. നന്മയായ തിരഞ്ഞെടുപ്പുകൾ നമ്മെ പ്രകാശമുള്ളവരാക്കി മാറ്റും. ആ പ്രകാശം ദൈവത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കും നമുക്കും സന്തോഷം നൽകും. എന്നാൽ മങ്ങിയ കാഴ്ചയുള്ളവൻ കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അവന്റെ ശരീരത്തിൽ അഴുക്ക് പറ്റാനും മുറിവുണ്ടാകാനും സാധ്യതയുണ്ട്. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും എന്ന് ഗുരുമൊഴി നമുക്ക് മറക്കാതിരിക്കാം. ഇത് ഓപ്ഷനുകളുടെ കാലമാണ്. ജീവിതം നമ്മുടെ മുൻപിൽ കുറെ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ദൈവത്തിന്റെ ഉത്തരം തന്നെ നാം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ജീവിത പരീക്ഷയിൽ വിജയിക്കും. ഒരിക്കൽ ഒരു കുഞ്ഞു പക്ഷിയെ തന്റെ കൈകളുള്ളിൽ പിടിച്ചിട്ട് പിതാവിനോട് ചോദിച്ചു, പപ്പ, ഈ പക്ഷിക്ക് ജീവനുണ്ടോ ഇല്ലയോ? പിതാവ് മറുപടി പറഞ്ഞു, അത് നിന്നെ ആശ്രയിച്ചിരിക്കും. വളരെ ബുദ്ധിപരമായി തന്നെയാണ് ആ പിതാവ് മകന് മറുപടി കൊടുക്കുന്നത്. കാരണം പിതാവ് അതിന് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അവൻ ഒന്ന് അമർത്തിയാൽ മതി ആ കുഞ്ഞു പക്ഷി പെട്ടെന്ന് തന്നെ ജീവനറ്റതാകാൻ. ഉത്തരം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ അവന് എളുപ്പവുമാണ്. ഒരു ദാസൻ എപ്പോഴും തന്റെ യജമാനനെ തൃപ്തിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. എന്താണ് യജമാനൻ ആഗ്രഹിക്കുന്നത്, അത് മാത്രമേ അയാൾ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും
നമ്മൾ ആരുടെ ദാസന്മാരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഫലത്തിൽ നിന്നാണല്ലോ വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരുടെ ദാസന്മാരാണെന്ന് നമ്മുടെ ജീവിതത്തെ നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ ആരെയാണ് സേവിക്കുന്നത്? ദൈവത്തെയോ മാമോനെയോ? നമുക്ക് നമ്മോട് ചോദിക്കാം. യേശുവിനെ ജീവിതത്തിൽ യജമാനനായി സ്വീകരിച്ചവൻ ജീവിത നിമിഷങ്ങളുടെ ചോദ്യങ്ങൾക്ക് സൽപ്രവൃത്തികൾ വഴി മറുപടി നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ് യജമാനനായ അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ.